ഓണക്കാലത്ത് മനസ്സിന് കുളിർമ നൽകുന്നത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് അല്ലേ? കുണ്ട്ര ഇളമ്പള്ളൂരിൽ ഓണക്കാലത്തേക്ക് വേണ്ടി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമുണ്ട്. പൂവ് കൃഷിക്ക് പിന്നിൽ അവാർഡ് നേടിയ ഒരു യുവ കർഷകനാണ്. എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരൂ. കൺകുളിർക്കെ. ഓണക്കാലം എന്ന് പറയുന്നത് നാട്ടിൻപുറങ്ങളെ സംബന്ധിച്ച് ചെണ്ടുമല്ലിക്കാലം കൂടിയാണ്. ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ഒരുപാട് ചെണ്ടുമല്ലിപ്പാടങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാം. നമ്മളുള്ളത് കുണ്ട്ര ഇളമ്പള്ളൂരിലെ ഒരു ചെണ്ടുമല്ലി തോട്ടത്തിലാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെണ്ടുമല്ലി പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. പറക്കാൻ ആയ പാകത്തിലുള്ള ചെണ്ടുമല്ലികളാണ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. ഇനി ഒരാഴ്ച മാത്രമേ ഓണത്തിനുള്ളൂ. അപ്പോഴേക്കും ഈ പൂക്കളുടെ എണ്ണം ഇനിയും ഇങ്ങനെ കൂടും. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ആളുകൾ പ്രധാനമായി ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ചെണ്ടുമല്ലി പറക്കുക എന്ന ദൗത്യത്തിലാണുള്ളത്. നമുക്ക് ഈ ചേട്ടൻ്റെ കയ്യിൽ ഒരു നിറയെ 4 കവർ ചെണ്ടുമല്ലി ഉണ്ട്. ഇതിങ്ങനെ വൈകുന്നേരം പറിക്കുന്നു, മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. നാളെ ഒരുപാട് ആവശ്യക്കാർ രാവിലെ പൂവിടാൻ വേണ്ടി ഈ പൂക്കളെ ആശ്രയിക്കും. പ്രത്യേകിച്ച് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ ഓണാഘോഷം നടക്കുന്നൊരു സമയം കൂടിയാണ്. ഇതിപ്പോൾ നമ്മളൊപ്പം ഉള്ളത് ജോബിൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ഇദ്ദേഹം കേവലം ഒരു ചെണ്ടുമല്ലി കൃഷിക്കാരനല്ല, ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ കൃഷിക്കാരൻ തന്നെയാണ്. 2025 കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ വ്യക്തി കൂടിയാണ് ജോബിൻ. അപ്പം ഓണമായപ്പോൾ നമ്മുടെ പരമ്പരാഗത കൃഷി മാറ്റി പൂവിലേക്ക് വന്നതാണല്ലേ? തീർച്ചയായിട്ടും. ഓണക്കാലം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കാലം കൂടിയാണല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ചെണ്ടുമല്ലി പൂവാണ് ഞങ്ങൾക്ക് വരുമാനം നേടുന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ വാടാമല്ലി, ചെണ്ടുമല്ലി പൂക്കളാണ്. പ്രത്യേകിച്ച് കൈരളി ഫാം ഇൻഡസ്ട്രി ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ എത്ര സ്ഥലത്താണ് ചെയ്യുന്നത്? നമ്മൾ 75 സെന്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും മെഷീൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വർഷത്തെ കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് പൂവിന് എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? മാർക്കറ്റിൽ വില കൂടുതലാണോ കുറവാണോ? ഈ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് വില കൂടി വരികയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളെക്കാൾ അപ്പുറമായിട്ട് നാടൻ പൂക്കൾക്ക് എന്നും മാർക്കറ്റിൽ നല്ല പ്രിയമാണ്. അതുകൊണ്ട് തന്നെ വില കൂടി വരികയാണ്. ഏകദേശം എത്ര വില വേണം? ഇപ്പോൾ ഞങ്ങൾ ഈ പാക്കറ്റുകളൊക്കെ കൊടുക്കുന്നത് കിലോയ്ക്ക് 170 രൂപ എന്ന റേറ്റിലാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ വില കൂടും. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഓണത്തിന് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഓണം ആകുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ പറിക്കും. ഇത് ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ഓണാഘോഷത്തിൻ്റെ ഭാഗം ഈ പൂക്കളാവും. അപ്പോൾ ഈ പൂന്തോട്ടമൊക്കെ കാണുകയും ഇവിടേക്ക് വരുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷമൊക്കെയാണുള്ളത്. എന്തായാലും ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. അത് ഓരോ വീടുകളിലെയും ഓരോ സ്ഥാപനങ്ങളിലേക്ക് ഓണാഘോഷത്തിന് കൂടുതൽ നിറം പകരട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.